اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ നടക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. നരകത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അതുകൊണ്ട് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? ആ ജന്മദിനം നമ്മൾ ആഘോഷിക്കേണ്ടതാണോ? ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തർക്കം എന്നുള്ളത്. ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജന്മദിനാഘോഷത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുകയില്ല. രണ്ടാം പ്രമാണമായ സുന്നത്ത് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും പുണ്യം പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഈ ജന്മദിനാഘോഷത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ആ ജന്മദിനാഘോഷത്തെ കുറിച്ച് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്
മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ് എന്നാണ്. അത്രയേറെ കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കേ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മാലിക് മദ്ഹബുകാരനായ ഇമാം ഫാഖിഹാനിയുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക. ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്വാലൂൻ വശഹവത്ത് നഫ്സിൻ ഇഅ്തനാ ബിഹൽ അകാലൂൻ. ജന്മദിനാഘോഷത്തിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണ്. അതുണ്ടാക്കിയത് ആ ഭാസന്മാരായ ആളുകളാണ്. തീറ്റക്കൊടിയന്മാർ അതിനെ കാര്യമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാറ്റിനേക്കാളും വലുതായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. എന്തെന്നറിയുമോ, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏറെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മെ ഏറെ ആദരിച്ചിട്ടുണ്ട്. വിചാരണ നാളിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്ന സന്ദർഭങ്ങളിലൂടെ ഓരോ കാരണങ്ങൾ പറഞ്ഞവരിങ്ങനെ ഒഴിവായിട്ട് മാറുന്ന സന്ദർഭങ്ങളിലൂടെയെല്ലാം നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പറയുന്ന വാക്കുകളുണ്ട്. യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ സമുദായമാണിത്, എന്റെ സമുദായമാണ് റബ്ബേ ഇത്. അവരുടെ കാര്യത്തിൽ നീ പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്യണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും ഉറപ്പായും പ്രാർത്ഥന കിട്ടുന്ന ഒരു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്, അവസരമുണ്ട്. വതഅജ്ജല നബിയ്യിൻ ദഅവതഹു. എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥന എടുത്ത ആളുകളാണ്. അതൊക്കെ നേരത്തെ അവര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഇന്നി ഇഖ്തബറതു ദഅവതി ശഫാഅതൻ ലിഉമ്മി യൗമൽ ഖിയാമ. എന്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, അതെന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ അന്ത്യനാളിൽ ശഫാഅത്തിനായി നീക്കി വെച്ചിരിക്കുന്നു. എത്ര കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനുണ്ട് നമ്മളോടുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, തരുണിമണികളായ നമ്മുടെ മക്കളെക്കാൾ ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ പ്രിയപ്പെട്ടതായി കാണുന്നുണ്ടോ, ആ പ്രിയപ്പെട്ടതായി കാണുന്നതിനെല്ലാം അപ്പുറം നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ യുമിനു അഹദുകും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിനും ഉപരി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്നാണ്. നോക്കി പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, റസൂലേ, എന്റെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്, ഉമറേ, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. നിന്റെ ശരീരത്തെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. ആ സന്ദർഭങ്ങളിലൂടെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്കിൽ പ്രവാചകരെ, എനിക്ക് അങ്ങയോടാണ് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തിയായത്. നിങ്ങൾ നമ്മളെക്കാൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കണം, അല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മഹാന്മാരായിട്ടുള്ള സഹാബത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്.
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ വഇന്നീ തദക്കർതു മൗതി വമൗതക, ഞാൻ എന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു പോയി, അങ്ങയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. നാളെ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ പദവികളിലൂടെ അങ്ങിരിക്കുമ്പോൾ അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള പ്രയാസമാണ് എനിക്കുള്ളത്. ആ സന്ദർഭങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ വചനം അവതീർണമാവുകയാണ്. ആര് അല്ലാഹുവിനെ അനുസരിച്ചുവോ, അവന്റെ റസൂലിനെ അനുസരിച്ചുവോ, ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അങ്ങനെ അനുസരിച്ചു കഴിഞ്ഞാൽ യാതൊരു കൂട്ടരുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ കൂടെയായിരിക്കും അവർ. ആരാണ് കൂട്ടർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ കൂടെയായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹസ്ന ഉലൈക റഫീഖാ, അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളാണ്. ഓക്കേ, നിങ്ങൾ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ബന്ധമായിരുന്നു. ചരിത്രത്തിന്റെ താളുകളെടുത്ത് പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കാണാൻ കഴിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കൂട്ടുകാരനായി, മിത്രനായി സ്വീകരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എനിക്കൊരു കൂട്ടുകാരനെ സ്വീകരിക്കുവാനുള്ള അവസരം എന്റെ റബ്ബ് എനിക്ക് നൽകിയാൽ ഞാൻ എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി സ്വീകരിക്കും എന്നുള്ളത്. ഓക്കേ, നിങ്ങൾ ഇസ്രായേൽ പോകുന്ന സന്ദർഭങ്ങളിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു കഴിയുമ്പോൾ പ്രവാചകന്റെ പിന്നിലൂടെ കടന്നു വരികയാണ്. വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലോട്ട് പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അബൂബക്കറെ, ഇത് എന്തൊരു നടത്തമാണ് നീ നടക്കുന്നത്? ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി നീ നടക്ക്. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയുമോ? പ്രവാചകരെ, അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഭയമാണ്, പിന്നിലൂടെ ശത്രുക്കൾ വന്നുകൊണ്ട് അങ്ങയെ ആക്രമിക്കുമോ എന്ന്. അങ്ങയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്, അങ്ങയെ പിറകിൽ നിന്നാണ് ശത്രുക്കൾ ആക്രമിച്ചാലോ, അപ്പൊ ഞാൻ പിറകിലോട്ട് വന്നാലോ, അപ്പോൾ എനിക്ക് ഭയമാണ്, അങ്ങയെ മുന്നിലൂടെ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാലോ, അതുകൊണ്ട് എനിക്കൊരു സമാധാനം നബിയേ, അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ടവരെ, മഹദി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആളുകളോട് സഹായം ആവശ്യപ്പെട്ടു. പല ആളുകളും അവരുടെ അടുത്തുള്ളതൊക്കെ കൊണ്ടുവന്നു കൊടുത്തു, ആയുധമായി കൊണ്ടു. അതുപോലെ തന്നെ മറ്റുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഈ സഹോദരിയത തന്റെ മുലകുടി പ്രായത്തിലുള്ള കൈകുഞ്ഞുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സഹായം ആവശ്യപ്പെട്ടു, അങ്ങക്ക് പലതും പല ആളുകളും കൊണ്ടുവന്നു തന്നു. എന്റെ കയ്യിൽ അങ്ങക്ക് തരാൻ സമ്പത്തില്ല നബിയേ, എന്റെ കയ്യിൽ മറ്റുള്ള ആയുധങ്ങളൊന്നുമില്ല, എന്റെ അടുക്കലുള്ളത് ആകെ എന്റെ ഈ മുലകുടി പ്രായത്തിലുള്ള എന്റെ ഈ കൈക്കുഞ്ഞു മാത്രമാണ്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയപ്പെട്ടവരെ, കൂടെയുള്ള സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. ചോദിക്കുകയാണ്, വളരെ യുദ്ധഭീതിയായ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധസന്നാഹങ്ങളേറെയുള്ള ആ യുദ്ധകളത്തിലേക്ക് പൊന്നു സഹോദരി ഈ കൈക്കുഞ്ഞുമായി പോയിട്ടെന്ന്
അങ്ങക്ക് വരുന്ന ഓരോ അമ്പുകളെയും എന്റെ ഈ കുഞ്ഞിനെ ഒരു പരിചയമാക്കിക്കൊണ്ട് അങ്ങ് തടുക്കണം പ്രവാചകരെ എന്ന് മഹാനായ മഹതിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എവിടെയാണ് നമ്മുടെയൊക്കെ പ്രവാചക സ്നേഹം എന്നുള്ളത്? ഒരു വർഷം വരുമ്പോ ഒരു റാലി നടത്തിയതുകൊണ്ട്, അല്പം ഭക്ഷണം വിതരണം ചെയ്തതുകൊണ്ട്, അതുപോലെ തന്നെ സംഗീതത്തിന്റെയും ആഭാസത്തിന്റെയും പേരുകളിലൂടെ ഇന്നത്തെ റാലികൾ കടന്നു പോകുമ്പോ അതൊക്കെ ചെയ്തു തീർക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർന്നോ നമ്മുടെ പ്രവാചക സ്നേഹം? പരിപൂർണമായോ നമ്മുടെ പ്രവാചക സ്നേഹം? പരിശുദ്ധമായോ നമ്മുടെ പ്രവാചക സ്നേഹം? ഇല്ല. ഒരു സ്വഹാബി പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബിദിനം ആഘോഷം നടത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവരൊക്കെ സ്നേഹിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. സമ്പത്തിനേക്കാൾ, അവരുണ്ടാക്കിയ ധനത്തേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ മഹാനായ അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലൂടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 80ഓളം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറയായി നിൽക്കുകയാണ്. നെഞ്ച് വിരിച്ചുകൊണ്ട് എന്റെ പ്രവാചകന്റെ മേൽ ഒരു അമ്പ് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ മഹാനായ അബൂ ത്വൽഹാ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നമ്മുടെ പ്രവാചക സ്നേഹം എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി പറഞ്ഞത് ഖൈറുൻ നാസി ഖറീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്, പിന്നെ അവരെ തുടർന്ന് വന്നവർ, പിന്നെ അവരെ തുടർന്ന് വന്നവർ എന്നാണ്. ആ ഖൈറുൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഉത്തമരായിട്ടുള്ള ഒരൊറ്റ സ്വഹാബത്ത് പോലും പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല. നോക്കിയേ നിങ്ങൾ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. എന്നാൽ ഇതെങ്ങനെയാ പ്രവാചക സ്നേഹം വഴിമാറിയിട്ടുള്ളത്? അല്ലേ? അങ്ങാടികളും അതുപോലെ തന്നെ വഴികളും ഒക്കെ തടസ്സപ്പെടുത്തി, റാലിയൊക്കെ നടത്തി, ഇമാദത്തുൽ അദാഇ തുരീഖ്, വഴിയിൽ നിന്ന് നിങ്ങൾ ഉപദ്രവത്തെ മാറ്റണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അത് തടസ്സപ്പെടുത്താൻ കഴിയാൻ? നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും, എത്ര നമ്മൾ നിയന്ത്രിക്കാൻ നോക്കിയാലും, ആരുടെയെങ്കിലൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രയാസം വന്നാൽ, ഇതാണോ നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് മനസ്സിൽ കരുതിയാൽ പ്രിയപ്പെട്ടവരെ അത് എത്ര വലിയ പ്രയാസമാണ്. ഓക്കെ, നിങ്ങൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, ഇരുന്നുകൊണ്ട് കഴിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക? ഓരോ ആദബുകളെ, ഓരോ സുന്നത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ? അല്ലേ? സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ വലിയ ഫിത്നയാണ്, അത് വലിയ പ്രശ്നമാണ്. അവർക്ക് വരാൻ പാടില്ല, അവർക്ക് വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത് പറയുന്ന ആളുകൾ. അന്ന് റാലി നടക്കുമ്പോൾ എല്ലാ സഹോദരിമാരും റോഡിന്റെ ഈ വശത്താണ് മൊബൈൽ ഫോൺ പിടിച്ച് എന്തിനു വേണ്ടിയിട്ടാ? വീഡിയോ എടുക്കാൻ, അത് സ്റ്റാറ്റസ് ഇടുവാൻ, അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ. അപ്പൊ ഒരാൾക്കും പ്രശ്നമില്ല. അന്ന് അന്യ ആണുങ്ങളും അന്യ പുരുഷന്മാരും പരസ്പരം കാണുന്നത് കൊണ്ട് ഒരാൾക്കും വിരോധമില്ല. ഇതിന്റെ ഗൗരവം സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ ദീൻ വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ മേഖലകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുകയും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്ന് പരിപൂർണമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ഖലീഫയായി ഭരണമേറ്റിട്ടുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് ഒരു കാര്യത്തെങ്കിലും, ഒരു വിരുന്നിന്റെ സദസ്സെങ്കിലും, ഒരു പ്രോഗ്രാമെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാമായിരുന്നത് കാണാൻ കഴിയില്ല. അതിനുശേഷം
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ഖലീഫയായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഖലീഫയായി. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 വർഷം ഖലീഫയായി. ഏകദേശം 30 വർഷം നീണ്ടുനിന്ന ഖുലഫാഉർ റാഷിദീങ്ങളാരും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കും അത് പരിചയമില്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും പരിചയമില്ലാത്ത ഈ നബിദിനാഘോഷം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുമ്പോൾ ദീനിൽ പുത്തനാചാരം നമ്മൾ ഉണ്ടാക്കുകയാണ്. എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്നത് പോലെ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്ക് എത്തും. കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നമ്മുടെ തൗബ സ്വീകരിക്കില്ല. അതുകൊണ്ട് എല്ലാവിധ ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്നും പരിപൂർണമായി മാറി നിന്നുകൊണ്ട് യഥാർത്ഥമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട രീതികളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ايها الناس اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവവും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടുന്ന ആധുനികപരമായ രീതി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൽ ഖുർആൻ, ഖുർആനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൽ ഖുർആൻ, ഖുർആനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബുൽ ഖുർആൻ, ആ ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുവന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതാണ്. അവർ വിശദീകരിക്കുന്നു, അലാമത്തു ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളം ഹുബ്ബുസ് സുന്ന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബുസ് സുന്ന, സുന്നത്തിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുൽ ആഖിറ, പരലോകത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് തെറ്റുകൂടാതെ പരിപൂർണമായി A to Z വരെ, കുറച്ചെടുക്കുക കുറച്ച് ഒഴിവാക്കുക, അങ്ങനെയല്ല, A to Z വരെ കൃത്യമായി ജീവിതത്തിൽ പുലർത്തുക. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ അടയാളം എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്നേഹം അത് മരണം വരെ നമുക്കുണ്ടാകണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനം നിറയെ സ്നേഹിക്കണം. ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, കൂട്ടിവെച്ച സമ്പത്തിനേക്കാൾ എല്ലാറ്റിനും ഉപരി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
സ്നേഹിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകേണ്ടത്. അതുകൊണ്ട് ഇനി ആഘോഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുവാനും അന്ന് പ്രത്യേകമായ സിർക്കിന്റെ വരികൾ ഉൾക്കൊള്ളുന്ന മാലകളും മൗലീദുകളും ഒക്കെ ചെല്ലാൻ തയ്യാറായി നിൽക്കുന്ന അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളും സന്ദർഭങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. നമുക്കറിയാം അതിനപ്പുറമുള്ള നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരുടെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ യാതൊരു കാരണവശാലും പ്രിയപ്പെട്ടവരെ നമ്മൾ പങ്കെടുക്കുകയോ അതിൽ സാമ്പത്തികമായി കൊണ്ടോ ശാരീരികമായി കൊണ്ടോ നമ്മൾ ഒരു രൂപത്തിലും നമ്മൾ സഹകരിക്കുകയോ ചെയ്യാൻ പാടില്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹത്തോട് ഒരു സമൂഹത്തോട് ഒരു ജനതയോട് ആരെങ്കിലും സാദൃശ്യം പുലർത്തിയാൽ അവർ അവരിൽ പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി അവർ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിന് വിളിക്കണം. ആ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പാടില്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസമുണ്ടോ? നമ്മൾ സഹായിക്കണം. അവർ രോഗികളാണോ? അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവർക്ക് മാരകമായ രോഗമുണ്ടോ? നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അവിടെ ഒന്നും തർക്കമില്ല. പക്ഷേ വിശ്വാസ മേഖലകളിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ അഡ്ജസ്റ്റ്മെന്റ് അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ ഒരു പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കാണിക്കുക. നമ്മുടെ മക്കളെ കൃത്യമായി കൊണ്ട് നമ്മൾ ഉത്ബോധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന എല്ലാ സ്വതത്തുകളും നാളെ പരലോകത്ത് കിട്ടാനുള്ളതാണ്. ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് ചോദിക്കുന്നുണ്ട്, ഐന സീറാനി, മലക്കുകളെ എന്റെ അയൽക്കാർ എവിടെയാണ്? മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ എന്റെ അയൽക്കാരൻ ആരാണ്? അർഹതയുള്ളവർ ആരാണ് നബിയേ എന്ന് ചോദിക്കും. ആരാണ് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല പള്ളി പരിപാലിച്ച ആളുകൾ എവിടെയാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്ന നല്ല ഒരു സംഖ്യ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പരലോകത്ത് നമുക്ക് കിട്ടുന്ന വലിയ മുതൽക്കൂട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗ്ഗത്തിൽ കൂടുതൽ ചെലവഴിക്കുവാനും ദീനിന്റെ വിഷയങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.